അക്കൗണ്ടിംഗ് ബേസിക് സീരീസ് എപ്പിസോഡ് 2 ലയബിലിറ്റി. ഒരു സിനാരിയോ നോക്കാം. ഞാൻ പ്രീവിയസ് മന്തിൽ കഴിഞ്ഞ മാസം ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടക്കാരനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പം എന്തില്ല, ക്യാഷ് ഇല്ല, ഞാൻ ഫ്യൂച്ചറിൽ ക്യാഷ് പേ ചെയ്തോളാം എന്ന് പറയുവാണ്. അങ്ങനെ ഞാൻ ക്രെഡിറ്റിന് ഫോണ് പർച്ചേസ് ചെയ്തു. ശരിക്കും ഞാൻ ആ ക്യാഷ് ആർക്ക് കൊടുക്കണം? ഞാന് ഷോപ്പിലേക്ക് കൊടുക്കണം അല്ലെ, കടക്കാരന് കൊടുക്കണം. സോ ഒരു ബാധ്യതയുണ്ട്, എന്ത്, ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട് അല്ലേ. ആൻഡ് ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കുകയും ചെയ്യും. കടത്തിന് ഞാൻ ഫോൺ വാങ്ങി, അതെന്താണ്, ഓൾറെഡി ഹാപ്പൻഡ് ആണ്, കഴിഞ്ഞ കാര്യമാണ്. സോ അതൊരു പാസ്റ്റ് ഈവന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ കടക്കാരന് ക്യാഷ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഞാൻ ഭാവിയിൽ ഈ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു അല്ലെ, ക്യാഷിന്റെ ഒരു ഔട്ട്ഫ്ലോയും ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇതാണ് സിംപിളി ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ടേം എന്താണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രസന്റ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് യു മസ്റ്റ് പേ ഓർ സെറ്റിൽ നൗ. ആൻഡ് പാസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഓൾറെഡി ഹാപ്പൺ ലൈക്ക് ബൈയിങ് ഓൺ ക്രെഡിറ്റ്. ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ പേ മണി, ഗുഡ്സ് ഓർ സർവീസസ് ലേറ്റർ. സോ അപ്പൊ ലയബിലിറ്റി എന്താണ്? എ ലയബിലിറ്റി ഈസ് എ present obligation of a business arising from past event which will result in an outflow of the resource in the future. ഒരു പാസ്റ്റ് ഇവന്റ് കാരണം നമുക്കിപ്പോൾ ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ട് ആൻഡ് ഫ്യൂച്ചറിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എക്കണോമിക് ബെനിഫിറ്റിന്റെ ഔട്ട്ഫ്ലോയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്.